ത്തിന്റെ തുടക്കം. എൻ്റെ ജന്മം വെറുതെ അല്ല. ആണോ? നിങ്ങളുടെ ജന്മം വെറുതെ ആണോ? അല്ല. ഈ ജീവിതം വെറുതെ ആണോ? അല്ല. നിങ്ങൾക്ക് തോന്നി, ലോകത്തിന് തോന്നി ഇത് വെറുതെ ഒരു ജന്മം, കുടുംബത്തിന് ശാപം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തള്ളി താഴത്തേക്ക് ഇടിച്ചു കിട്ടിക്കളഞ്ഞായിരിക്കും. ജോസഫിനെ, പഴയ നിയമത്തിൽ ജോസഫിനെ ഒരു കുഴിയിലേക്ക് ഇടുന്നത് പോലെ തകർത്ത് തരിപ്പണാക്കി കളഞ്ഞാണ്. ജീവിതം തോൽവിയായി പോയെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോയി കാണും. ആ തോൽവിയായി പോയെന്ന് തോന്നി ആ കുഴിയിലേക്ക്, അത്രയും ആഴമുള്ള ആ ഗർത്തത്തിലേക്ക് കൈ നീട്ടിപ്പിടിച്ച് കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ കുരിശയിൽ നിന്ന് കൈ പറിച്ച് നീട്ടിപ്പിടിക്കാണ്. പോരേന്നും പറഞ്ഞുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട്, കയ്യിലെ വലിയ മുറിവും കാണിച്ചുകൊണ്ട് കയറി വാ എന്നും പറഞ്ഞു. ഹല്ലേലൂയ. നിരാശപ്പെട്ടിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല സാർ. ഈശോ കൂടെ ഉള്ളെന്ന് ആ ബോധം ഉള്ളിടത്തോളം കാലം നമുക്ക് നിരാശപ്പെട്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ സങ്കടങ്ങളെയൊക്കെ ഒരു പൊടിയിട്ട് കണ്ണടപ്പിക്കാൻ, ഈ സങ്കടങ്ങൾ റിയാലിറ്റിയാണ്. നിങ്ങൾ തോറ്റുപോയിട്ടുണ്ട്, നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്, ഒറ്റ കൊടുക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടിയും ചവിട്ടും തൊഴിയും ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ജീവിക്കേണ്ടെന്ന് തോന്നിപ്പോയ സമയങ്ങൾ വന്നിട്ടുണ്ടാകാം. യു ഹാവ് ടു ഗോ ഹെഡ്. ഈ ജീവിതം അങ്ങ് നീണ്ടു കിടക്കുന്നതുകൊണ്ടല്ല, ഈശോയുടെ കൈ നീണ്ടു നിൽക്കുന്നതുകൊണ്ട്. ഈശോയുടെ കൈ നീണ്ടു നിൽക്കുന്നതുകൊണ്ട് ഈ ജീവിതം എത്ര നീണ്ടു നിന്നാലും ആ കയ്യെ പിടിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. നമ്മൾ മുമ്പോട്ട് പോവാൻ തന്നെ ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ.